ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. മന്നവനാമേശുവിനോടു കൂടെ വാണിടും മന്നവനാമേശുവിനോടു കൂടെ വാണിടും ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോടു കൂടെയും നിത്യവാസമാമേ കർത്താവിനോടു കൂടെയും നിത്യവാസമാമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സാക്ഷിയായി ഒരു പ്രാവശ്യം കൂടി ഈ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു വ്യക്തി, പ്രത്യേകാൽ ഒരു വിശ്വാസി, തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറന്നു പോകരുതാത്ത ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഒരിക്കലും മറന്നു പോകരുത്. തൻ്റെ ജീവിതം കൊണ്ട്, ആ ജീവിതകാലത്ത് അവൻ ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ് തൻ്റെ ആത്മാവിൻ്റെ രക്ഷ. ഈ ഭൂമിയിൽ ജീവിക്കുന്ന ആ ആയുസ്സിൽ ഉറപ്പാക്കേണ്ട കാര്യം എൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെട്ടതാണോ എന്ന്. ആ ഉറപ്പ് നാം പ്രാപിക്കണം. ഒരു വിശ്വാസി തൻ്റെ ജീവിതം കൊണ്ട് ഉയർത്തി കാണിക്കേണ്ട ഏക നാമം യേശുക്രിസ്തു എന്ന നാമം. വേറെ ആരുടെയും നാമമല്ല, യേശുവിൻ്റെ നാമം മാത്രമാണ് ഉയർത്താൻ യോഗ്യതയുള്ളത്, മഹത്വത്തിന് യോഗ്യതയുള്ളത്. വീണ്ടും തന്നോട് അടുക്കുന്നവരെ താൻ ചൂണ്ടിക്കാണിക്കേണ്ടതും താൻ നയിക്കേണ്ടതും യേശുക്രിസ്തുവിങ്കിലേക്ക് മാത്രം, കാൽവറിയിൽ തകർക്കപ്പെട്ടവനായ ക്രിസ്തുവിങ്കിലേക്ക്, രക്ഷകനായ ക്രിസ്തുവിങ്കിലേക്ക്. ഇതായിരിക്കണം ഒരു വ്യക്തിയുടെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ആകത്തുക. കർത്താവായ യേശുക്രിസ്തു തനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. തൻ്റെ ആയുസ്സിൽ കർത്താവായ യേശുക്രിസ്തുവിനാലുള്ള ആ രക്ഷ, ആത്മാവിൻ്റെ രക്ഷ സ്വന്തമാക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമം ഉയർത്തുക. തന്നോടടുക്കുന്നവരെയും തനിക്കുള്ളവരെയും ആ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് നയിക്കുക. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് നമുക്കറിയാം, മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്തതും പിടിച്ചു നിർത്താൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സന്ദർഭങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ, രണ്ട് സമയം. കഴിഞ്ഞുപോയ അവസരങ്ങളെയോ കഴിഞ്ഞുപോയ സമയത്തെയോ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ നമുക്ക് മുമ്പിലുള്ള ആ സമയത്തെ ഒന്ന് പിടിച്ചു നിർത്താം എന്ന് വിചാരിച്ചാൽ അതും മനുഷ്യന് അസാധ്യമായ കാര്യമാണ്. ഇന്ന് അനേകർ പ്രാർത്ഥിക്കുന്നവരാണ്, തങ്ങൾ ചേർന്ന് നിൽക്കുന്ന സഭയുടെ ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. എങ്കിൽ പോലും അനേകർ ഇന്ന് അനുഭവിക്കുന്ന വലിയൊരു ദുഃഖ അവസ്ഥയാണ് തങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ, ഭൂതകാല ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, വന്നുപോയ പിഴവുകൾ, വന്നുപോയ വീഴ്ചകൾ, അതിനെല്ലാം ഓർത്ത് വ്യാകുലപ്പെടുകയും ഭാരപ്പെടുകയും ചെയ്യുന്നു. അതിൻ്റെ പരിണിത ഫലങ്ങൾ തൻ്റെ ഭാവിയെ നശിപ്പിച്ചു കളഞ്ഞേക്കുമോ എന്ന ആശങ്കയാൽ ഭാവിയിലേക്ക് നോക്കി ഭയത്തോടെ നിൽക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളുടെ മധ്യത്തിൽ ഉള്ള ആ വർത്തമാനകാലം എന്ന ഇന്ന് എന്ന ആ ദിവസം,
ആ ദിവസത്തിൻ്റെ നന്മ അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു. ഭൂതകാലത്തിലെ ഭയപ്പെടുത്തുന്ന വീഴ്ചകളും പാപങ്ങളും ഭാവി കാലത്തേക്ക് ബാധിക്കുമെന്നോർത്ത് വർത്തമാനകാലത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ന് എന്ന ദിവസത്തിൻ്റെ നന്മ അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന മനുഷ്യൻ. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നിന്നെക്കുറിച്ച് ഒരു ശുഭഭാവി ഒരുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അനേകർ തങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത കിട്ടേണ്ടതിന് വേണ്ടി പലയിടങ്ങളിലേക്ക് പല കാര്യങ്ങളിലേക്ക് ബന്ധപ്പെട്ട് ഓടുമ്പോൾ സാക്ഷാൽ സമാധാനവും സ്വസ്ഥതയും രക്ഷയും നൽകുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് മാത്രം വരാൻ ആർക്കും ഇന്ന് സമയമില്ല. എന്നാൽ നമുക്ക് ഒരു വാക്യം വായിക്കാം. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29 അധ്യായം അതിൻ്റെ 11 വാക്യം. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. ഏതു മനുഷ്യനും ഒരു ശുഭഭാവി ഒരുക്കുവാൻ വേണ്ടി ആ മനുഷ്യനെക്കുറിച്ച് തന്നെ നിരൂപിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ സ്നേഹം. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഇന്ന് നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ആ സ്നേഹം ഇന്ന് നമ്മോട് എന്താണ് പറയുന്നത്? ഇന്ന് എന്നൊരു ദിവസം നമ്മോട് കർത്താവായ യേശുക്രിസ്തു പറയുന്ന ചില കാര്യങ്ങൾ, കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. വലിയ ഒരു പുരുഷാരം, ആ പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തു ഈ കാര്യം പറയുന്നത്. നമുക്ക് ഒരു വാക്യം വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 19 അധ്യായം 5 വാക്യം. അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സഖായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. സ്തോത്രം. സഖായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ഒരു വ്യക്തിയെ നോക്കി വിളിച്ചു പറയുകയാണ്. വലിയൊരു പുരുഷാരം, തന്നോടുകൂടെ നടക്കുന്ന തിക്കിത്തിരക്കുന്ന ഒരു പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ടാണ് യേശു ഇത് പറയുന്നത്. നാം അവിടെ 19 അധ്യായം 1 വാക്യം മുതൽ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, യെരിഹോയിലെ ഒരു ധനാഢ്യനായ മനുഷ്യൻ. അവൻ ചുങ്കക്കാരിൽ പ്രമാണിയായിരുന്നു. അവൻ ധനവാനാണ്, ചുങ്കക്കാരുടെ പ്രമാണിയാണ്. പക്ഷെ അവന് ചില കുറവുകൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ വളർച്ചയിൽ കുറിയവനാണ്, സമൂഹത്താൽ വെറുക്കപ്പെട്ടവനാണ്. അന്നത്തെ സമൂഹം ചുങ്കക്കാരെ എല്ലാം വെറുക്കപ്പെട്ടവരായിട്ടാണ് കാണുന്നത്. അത്രത്തോളം അപമാനിക്കപ്പെട്ട് ഒരു സമൂഹത്തിൽ വരാൻ പോലും ലജ്ജിതനായി കഴിയുന്ന ഒരുവൻ. എന്നാൽ അവൻ്റെ ഹൃദയത്തിൽ ഒരാഗ്രഹം, ഈ യേശുവിനെ ഒന്ന് കാണണമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ ആ പുരുഷാരത്തിൻ്റെ നടുവിലൂടെ യേശു വരുന്നത്, ആ യെരിഹോവിലൂടെ യേശു കടന്നു പോവുകയാണ്. ആ കടന്നു പോകുന്ന യെരുശലേമിലേക്ക് തൻ്റെ ക്രൂശീകരണത്തിനായിട്ടാണ് പോകുന്നത്. പിന്നീട് ആ യെരിഹോവിലേക്ക് ഒരിക്കലും വരുന്നില്ല. ഈ സഖായിയുടെ ജീവിതത്തിൽ ആദ്യത്തെയും അവസാനത്തെയുമായ സന്ദർഭമാണ് യേശുവിനെ കാണാൻ. അവൻ ആ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ്റെ ഹൃദയത്തിൽ താൻ പാപിയാണ്, ചുങ്കക്കാരിൽ പ്രമാണിയാണ്. അവനറിയാം അവൻ്റെ ജീവിതത്തിൽ പാപങ്ങളുണ്ട്, ചതിവായി വാങ്ങിക്കുന്നവനാണ്, അന്യായമായി പിടിച്ചു പറിക്കുന്നവനാണ്. ഇതെല്ലാം അവനറിയാം. അവൻ്റെ ജീവിതത്തിൽ ധനം വേണ്ടുവോളം ഉണ്ടെങ്കിലും സമാധാനം ഒരു ഇറ്റുപോലും ഉണ്ടായിരുന്നില്ല, ഒരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല, ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല. എപ്പോഴും ഒരു നിരാശപ്പെട്ട് ജീവിതത്തിൽ വന്നുപോയ ആ കുറവുകളെല്ലാം ഓർത്ത് ആകുലപ്പെട്ട് ആശങ്കപ്പെട്ട് നടക്കുന്ന ഒരുവനായിരുന്നു. എന്നാൽ അവൻ യേശുവിനെക്കുറിച്ച് കേട്ടപ്പോൾ അവൻ്റെ ഉള്ളിലൊരാഗ്രഹം വന്നു, യേശുവിനെ ഒന്ന് കാണണമെന്ന്. അവൻ അതിനു വേണ്ടി ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ ഒന്നും യേശുവിനെ കാണാനുള്ള ആ ശ്രമത്തിൽ നിന്ന്, ആ ആഗ്രഹത്തിൽ നിന്ന് അവനെ പിന്നോട്ട് വലിക്കുന്നതായിരുന്നില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം അവിടെ വായിക്കുന്നുണ്ട്, 3 വാക്യത്തിൽ നാം വായിക്കുന്നു, അവൻ വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല, എന്നാറേ അവൻ മുന്നോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറിയെന്ന്. വലിയ പുരുഷാരം നിൽക്കുമ്പോൾ ഈ പൊക്കത്തിൽ കുറഞ്ഞവനായതുകൊണ്ട് അവന് യേശുവിനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ അവൻ്റെ ഉള്ളിലെ ആ ആഗ്രഹം, യേശുവിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം, അവൻ മുമ്പോട്ട് നോക്കിയപ്പോൾ ഒരു അത്തിവൃക്ഷം ആ വഴിയിലേക്ക് ചാഞ്ഞ കൊമ്പുമായി നിൽക്കുന്നത് കണ്ടപ്പോൾ അതിലേക്ക് ഓടി കയറുകയാണ്. അവിടെ കയറിയിരുന്ന് അവൻ മറഞ്ഞിരുന്ന്, അവൻ്റെ വിചാരം വേറെ ആരും അവനെ കാണുന്നില്ല എന്നായിരിക്കാം. അവൻ അവിടെ ഇരുന്ന് യേശുവിനെ നോക്കുമ്പോൾ അവൻ ഇരിക്കുന്ന ആ കൊമ്പിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് യേശു മേലോട്ട് നോക്കി അവനെ വിളിക്കുന്ന വിളിയാണ് നാം ആദ്യം കേട്ടത്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സക്കായിയെ നീ വേഗം ഇറങ്ങി വാ എന്ന്. അവൻ്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി കാണും. ഈ യേശു എങ്ങനെ എൻ്റെ പേരറിഞ്ഞു?
അവൻ ആകെ ബന്ധപ്പെട്ട്, അവനാകെ വെപ്രാളപ്പെട്ട് കാണും. യേശു പറഞ്ഞ വാക്കുകൾ അവന് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നുവോ? യേശു അവനോട് പറയുകയാണ്, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന്. ആ സമൂഹത്തിൽ ഒരു വ്യക്തി പോലും പാർക്കാൻ, കടന്നു വരാൻ താല്പര്യം കാണിക്കാത്ത ഒരു വ്യക്തിയുടെ വീട്, തൻ്റെ വീട്ടിലേക്ക് ഇതാ യേശു കടന്നു വരുവാൻ അവൻ മനസ്സോടെ പറയുകയാണ്. അത് കേട്ട മാത്രയിൽ സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. യേശുവിൻ്റെ വിളി കേട്ടപ്പോൾ, ആ വിളി കേട്ട ഉടനെ ബന്ധപ്പെട്ട് സക്കായി ഇറങ്ങി വരികയാണ്. ആ മരത്തിലേക്ക് കയറുമ്പോൾ അവൻ്റെ ഹൃദയം വല്ലാതെ വേദനപ്പെട്ട്, പലതിനെ ഓർത്ത് മനം കലങ്ങി, സ്വസ്ഥതയില്ലാതെ, സമാധാനമില്ലാതെ, എല്ലാവരാലും തഴയപ്പെട്ടവനാണല്ലോ, എല്ലാവരാലും വെറുക്കപ്പെട്ടവനാണല്ലോ എന്ന അതിവേദനയിൽ, എന്നാൽ തൻ്റെ ഉള്ളിൽ ദ്രവ്യം സമ്പാദിക്കണം, ധനം സമ്പാദിക്കണം എന്നുള്ള ആ ആഗ്രഹത്തിൻ്റെ തീഷ്ണതയിലും താൻ ജീവിക്കുമ്പോൾ, അവൻ്റെ ദൈവം ധനമായിരുന്നു. അങ്ങോട്ട് കയറുമ്പോൾ അവൻ ദ്രവ്യാഗ്രഹിയായിരുന്നു, അവൻ ഏറെ കുറവുള്ളവനായിരുന്നു. എന്നാൽ അവൻ ഇറങ്ങി വരുമ്പോൾ ആരുടെ ശബ്ദം കേട്ടാണ് അവൻ ഇറങ്ങി വരുന്നത്? ഒരു വിളി കേട്ടു, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ എന്ന്. അവനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഇറങ്ങി വരുവാൻ നമ്മുടെ ജീവിതത്തിൽ നാമും ഈ വിളി കേൾക്കുന്നവരാണ്, കേട്ടവരാണ്. നമുക്കറിയാം, ഈ സക്കായി താൻ പാപത്തിൽ നഷ്ടപ്പെട്ടവനായിരുന്നു. യേശുക്രിസ്തു അവനെ അന്വേഷിച്ചാണ് വന്നത്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നമ്മെ ഓരോരുത്തരെയും യേശുക്രിസ്തു അന്വേഷിച്ച് വന്നു. അതാത് സമയത്ത് വിവിധ രംഗങ്ങളിൽ, വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ പാപങ്ങളിൽ, വിവിധ വീഴ്ചകളിൽ അകപ്പെട്ട്, എല്ലാവരാലും തഴയപ്പെട്ട്, ഒറ്റപ്പെട്ട്, മനോഭീതിയിൽ ഇനി മുന്നോട്ടൊരു ഭാവിയില്ല എന്ന് വിചാരിച്ച് മനം കലങ്ങി നടന്ന, തല കുമ്പിട്ട് നടന്ന എത്രയോ കാലങ്ങളുണ്ട്. നാം മറഞ്ഞിരുന്നവരായിരുന്നില്ലേ? പലപ്പോഴും നമ്മുടെ പാപങ്ങളെ മറയ്ക്കാൻ നാം പല മാർഗങ്ങൾ കണ്ടെത്തിയവരായിരുന്നില്ലേ? ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി അനേക ഇടങ്ങൾ തേടി നടന്നവരായിരുന്നില്ലേ? ഈ രക്ഷകനിലേക്ക് മാത്രം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത് എന്ന് പറഞ്ഞവനായ ആ കർത്താവായ യേശുക്രിസ്തു, സമാധാന പ്രഭുവായ യേശുവിൻ്റെ അടുക്കിലേക്ക് മാത്രം വരാൻ തുനിയാതെ മറ്റ് പല മാർഗങ്ങളിലും കറങ്ങി നടന്ന്, വലഞ്ഞ് ഉഴന്ന് നടന്ന് പലതിലും മറഞ്ഞിരുന്നവരായിരുന്നില്ലേ നാമും? എന്നാൽ കൃപയാൽ ഒരു സമയത്ത്, ആ ഇന്ന് എന്ന ഒരു ദിവസം പോലെ ഒരു ദിവസം നാമും ഈ വിളി കേട്ടവരല്ലേ? സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, നീ മറഞ്ഞിരിക്കേണ്ടവനല്ല. നിൻ്റെ ജീവിതത്തിൽ പാപം വന്നിട്ടുണ്ട്, വീഴ്ചകൾ വന്നിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്. എന്നാൽ നീ മറഞ്ഞിരിക്കേണ്ടവനല്ല, നീ ഇറങ്ങി വാ. നീ ഇറങ്ങി വാ എന്ന് വിളിക്കുന്നവൻ ആരാണ്? നിന്നെ ഉയർത്താൻ ശക്തനായവനാണ്, നിനക്കൊരു പുതിയ ഭാവി തരാൻ ശക്തനായവനാണ്. ഭാവി ഇല്ല എന്നോർത്ത് വിഷമിച്ചിരിക്കുന്നവർക്ക് ഭാവി നൽകുന്നവനായ യേശുവാണ് വിളിക്കുന്നത്. ജീവൻ്റെ ഉടയവനാണ് വിളിക്കുന്നത്, ജീവൻ തരാനാണ് വിളിക്കുന്നത്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവൻ ആ വിളിക്ക് പ്രതികരിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നാം ഒന്ന് ചിന്തിച്ചു നോക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ ജീവൻ്റെ വചനം കേട്ടിട്ട് ഇത് കേട്ട് വിട്ടുകളഞ്ഞ സാഹചര്യങ്ങൾ, അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. മുമ്പ് പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരിച്ചു പിടിക്കാൻ കഴിയുകയില്ല. വരുന്ന സമയത്തെ പിടിച്ചു നിർത്താനും നമുക്ക് കഴിയുകയില്ല. നമ്മുടെ മുമ്പിൽ ലഭിച്ചിരിക്കുന്ന ഈ സമയം, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഇപ്പോഴാണ് നാം രക്ഷകനിലേക്ക് നോക്കേണ്ടത്. അവൻ നമ്മെ വിളിക്കുകയാണ്. ആ വിളിക്ക് പ്രതികരിക്കേണ്ട സമയം ഇപ്പോൾ തന്നെയാണ്. ഈ സമയം ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സക്കായി കൃപയാൽ സമയം നഷ്ടപ്പെടുത്താതെ ആ വിളിക്ക് പ്രതികരിച്ചു. വിളി കേട്ട ഉടനെ അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. നാമും ഇന്ന് നാം ആയിരിക്കുന്ന വീഴ്ചകളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ വന്നുപോയ നിരാശകൾ, ഉദാസീനതകൾ, ഇഷ്ടക്കുറവുകൾ, മുഷിച്ചിലുകൾ, അതിലെല്ലാം വന്ന് അതിനെല്ലാം ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് നമ്മെ തന്നെ നീതീകരിക്കുന്നവരായി, സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവരായി, ആ മറഞ്ഞിരിക്കുന്ന ആ മറവിടങ്ങളിൽ നിന്നെല്ലാം യേശുക്രിസ്തുവിൻ്റെ വിളി കേട്ട് ഇന്ന് നാം ഇറങ്ങി വരുന്നു എങ്കിൽ, കർത്താവായ യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കർത്താവിൻ്റെ ആഗ്രഹം അതാണ്. നാം പാപത്തിൽ നഷ്ടപ്പെട്ടവരാണ് എങ്കിലും യേശുവിൻ്റെ ആഗ്രഹം, ഈ പാപത്തിൽ നഷ്ടപ്പെട്ട എൻ്റെ ഈ മകൻ്റെ വീട്ടിൽ, ഈ മകൻ്റെ ഹൃദയത്തിൽ എനിക്കൊന്ന് കയറി പാർക്കണം, അവൻ്റെ വീട്ടിൽ, അവൻ്റെ ഹൃദയത്തിൽ എനിക്കൊന്ന് വസിക്കണം. ആ കൊതിയോടുകൂടിയാണ് കർത്താവ് ചോദിക്കുന്നത്. ആ വിളി കേട്ട് അവൻ ഇറങ്ങി വന്നു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി വന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പിന്നെ അവൻ കാണുന്ന, അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ, അവൻ്റെ ശബ്ദം കേട്ട്, അവൻ്റെ വിളി കേട്ട് അവൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വന്നപ്പോൾ
ആദ്യം കിട്ടിയ അനുഭവം അവൻ്റെ ഉള്ളിൽ സന്തോഷം വന്നു. എപ്പോഴാണ് സന്തോഷം വന്നത്? യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടപ്പോൾ, അവൻ്റെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ. അന്ന് വരെയും സന്തോഷം എന്ത് എന്നറിയാതെ തല കുമ്പിട്ടവനായി, ഭാരം നിറഞ്ഞവനായി, ആകുലങ്ങൾ നിറഞ്ഞവനായി, എല്ലാവരാലും തഴയപ്പെട്ടവനായി നടന്ന ആ സക്കായിയുടെ ഉള്ളത്തിലേക്ക് സന്തോഷം ഇരച്ചു കയറി വന്നു. യേശു എവിടെ ഉണ്ടോ അവിടെ സന്തോഷമുണ്ട്. യേശുവിനെ കൈക്കൊള്ളുമ്പോൾ ശൂന്യത മൂടിയ ഹൃദയത്തിൽ, അന്ധകാരം മൂടിയ ഹൃദയത്തിൽ, ഈ ലോകത്തിൻ്റെ സകല മ്ലേച്ഛതകളും സകല പാപ ഇമ്പങ്ങളിലും രസിച്ച് നടന്ന് അന്ധകാരം മൂടിപ്പോയ ഹൃദയത്തിലേക്ക് യേശുവിനെ കൈക്കൊള്ളുമ്പോൾ സന്തോഷം വരും. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. വീണ്ടും നാം താഴോട്ട് വായിക്കുമ്പോൾ ഈ വലിയ പുരുഷാരം അവിടെ നിൽക്കുന്നുണ്ട്. ഈ പുരുഷാരം, ചുറ്റും നിൽക്കുന്ന പുരുഷാരം യേശു എന്തു പറയുന്നു ആ പറഞ്ഞത് കേട്ട് പെട്ടെന്ന് പ്രതികരിക്കുകയാണ്. ആ പുരുഷാരം പ്രതികരിക്കുന്ന, അവർ പിറുപിറുക്കുകയാണ്, ഇവൻ പാപിയായ മനുഷ്യൻ്റെ വീട്ടിൽ പാർപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞ്. എന്നാൽ ആ സമൂഹം മുഴുവനും പിറുപിറുത്തപ്പോഴും സക്കായി അവിടെ നിന്നുകൊണ്ട്, ആ സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ചില കാര്യങ്ങൾ പറയുകയാണ്. അവൻ്റെ ഹൃദയം നിറയെ സന്തോഷമാണ്. അവനെ സ്നേഹിക്കുന്ന ഒരുവൻ, തൻ്റെ വീട്ടിൽ പാർക്കാനായി കടന്നു വരുവാൻ യേശു വന്നിരിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ വേറെ എന്തിനേക്കാളും ഇത്രയും കാലത്തെ ജീവിതത്തിൽ അവൻ നേടാത്ത ഒരു നിധിയുടെ മുമ്പിലാണ് അവൻ നിൽക്കുന്നത് എന്ന്, അവൻ ഇത്രകാല അധ്വാനം കൊണ്ട് സമ്പാദിക്കാത്ത വലിയ ഒരു ധനത്തിൻ്റെ മുമ്പിൽ, യേശുക്രിസ്തു എന്ന തീരാത്ത ധനത്തിൻ്റെ മുമ്പിലാണ് അവൻ നിൽക്കുന്നെന്നുള്ള പൂർണ്ണ ബോധ്യം അവന് കിട്ടി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുകയാണ്, സക്കായിയോ നിന്നു. ജനം പിറുപിറുത്തു, എന്നാൽ സക്കായിയോ നിന്നു. അവൻ കർത്താവിനോട്, 8-ാം വാക്യം വായിക്കാം. സഖായിയോ നിന്നു കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. സക്കായി ദൈവസന്നിധിയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് അവൻ പറയുകയാണ്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. അവൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ആ പാപബോധം കൊടുത്തു, ദരിദ്രരുടെ കയ്യിൽ നിന്ന് നീ പിടിച്ചു പറിച്ചവനാണ് എന്ന്. പെട്ടെന്ന് തന്നെ അവൻ നീക്കുപോക്ക് വരുത്തുവാൻ ദൈവസന്നിധിയിൽ അവൻ സമർപ്പണങ്ങൾ പറയുകയാണ്. ദരിദ്രരോട് പിടിച്ചു വാങ്ങിച്ചതെല്ലാം, എന്തെല്ലാം ഞാൻ സമ്പാദിച്ചു കൂട്ടിയോ അതിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. പിന്നെയും അവന് പാപബോധം വരികയാണ്, ഞാൻ ചതിവായി വാങ്ങിയവനാണ്. അവൻ വീണ്ടും പറയുന്നു, ചതിവായി ആരോടെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ പാതി ദരിദ്രർക്ക് കൊടുത്ത് പിന്നെ 4 മടങ്ങ് മറ്റുള്ളവർക്ക് ചതിവായി വാങ്ങിയവർക്ക് മടക്കിയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? എന്തെങ്കിലും അവശേഷിച്ചിട്ടുണ്ടാവുമോ? ഒന്നുമില്ലാത്തവനായി താൻ കർത്താവിൻ്റെ പാദപീഠത്തിൽ നിന്നു. കയ്യിലുള്ളത് പാതി ദരിദ്രർക്ക് കൊടുക്കുന്നു, ചതിവായി വാങ്ങിയത് 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ആ വാക്ക് കേട്ട ഉടനെ കർത്താവ് സ്നേഹത്തോടെ, ആർദ്രതയോടെ, തന്നെ നിന്ദിച്ച സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ കർത്താവ് അവനോട് പറയുന്ന വാക്യമാണ് നാം 9-ാം വാക്യത്തിൽ വായിക്കുന്നത്. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ദൈവത്തിന് സ്തോത്രം. ഇവൻ അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിളി കേട്ട് ആ വിളിക്ക് പ്രതികരിച്ച് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇറങ്ങി വന്ന് കർത്താവിനെ തൻ്റെ ഹൃദയത്തിൽ കൈക്കൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ താൻ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ തൻ്റെ ജീവിതത്തിൽ വന്നുപോയ കുറവുകളും വീഴ്ചകളും എല്ലാം ഏറ്റുപറഞ്ഞ് ആ കർത്താവിൻ്റെ സന്നിധിയിൽ പുതിയ തീരുമാനങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ഇന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് അവനോട് പിന്നെയും പറയുകയാണ്, ഇന്ന് നിൻ്റെ വീട്ടിന് രക്ഷ വന്നു എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടപ്പോൾ ആ വീട്ടിന് രക്ഷ വന്നു. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം ഒരാൾ ഈ ജീവൻ്റെ വചനം കേട്ട്, കർത്താവെ, ഇന്നു വരെയും ജീവിച്ചതുപോലെയല്ല, ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് ഈ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും, ചിന്താമണ്ഡലവും, ഹൃദയത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും എല്ലാം പിശാചിന് അടിയറ വെച്ച് ജീവിച്ച കഴിഞ്ഞ കാലങ്ങളെ വെറുത്ത് ഉപേക്ഷിച്ച് കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി ആ രക്തത്താൽ കഴുകപ്പെട്ട് നീതിയുടെ ആയുധങ്ങളായി, അവയവങ്ങളായി, വിശുദ്ധിയോടെ എൻ്റെ ആത്മശരീര മനസ്സുകളെ കർത്താവെ നിൻ്റെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ.
നീ ആ സക്കായിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞതുപോലെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ കുടുംബത്തിനും രക്ഷ തരണമേ, എൻ്റെ വീട്ടിനും രക്ഷ തരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും അവൻ്റെ അടുക്കിലേക്ക് ഈ സ്നേഹം ഇറങ്ങി വരും. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം, കർത്താവിന് മഹത്വം. ഒരു പാട്ടുകാരൻ പാടി നാം ഇപ്രകാരം നാം കേട്ടിട്ടുണ്ട്. വാനത്തിൻ കീഴേ ഭൂമി മീതേ വാനവനേശു നാമമെന്നേ, വാനത്തിൻ കീഴേ ഭൂമി മീതേ വാനവനേശു നാമമെന്നേ, രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു തൻ വഴിയേ, രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു തൻ വഴിയേ. വരുവിൻ ഈ നല്ല സമയം വൃഥാവാക്കാതെ, നിന്നെ യേശു വിളിച്ചിടുന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വിളി കേട്ട് ആ രക്ഷയുടെ മാർഗം, രക്ഷകൻ, ഏകരക്ഷകനായ യേശുവിൻ്റെ അടുക്കിലേക്ക് നാം കടന്നു വരണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശു ആ സമൂഹത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് സക്കായിയോട് പറഞ്ഞു, നീ അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു എന്ന്. ഇന്ന് രക്ഷ നൽകുന്ന ദൈവം. വീണ്ടും നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 43-ാമത്തെ വാക്യം. ഇന്ന് നീ എന്നോടുകൂടെ പറുദീസായിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവിടെയും വലിയൊരു സമൂഹത്തെ നമുക്ക് കാണാം. അത് ശാസ്ത്രിമാരുണ്ട്, പരീശന്മാരുണ്ട്, പടയാളികളുണ്ട്. നാം കാണുന്ന രംഗം കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചിരിക്കുന്ന ആ കാൽവറിയിലാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ കാൽവറിയുടെ മലമുകളിൽ ശരീരം മുഴുവൻ നുറുക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, ഒരു സൂചി കുത്താനുള്ള ഇടം പോലും ഇല്ലാതെ ശരീരം മുഴുവൻ ഉഴവുചാൽ പോലെ കീറി ചോരവാർന്ന് കിടക്കുന്ന ക്രിസ്തു തലയിൽ മുൾക്കിരീടം ചൂടിയവനായി ക്രൂശിൽ തറയ്ക്കപ്പെട്ട് കിടക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ യേശുക്രിസ്തുവിൻ്റെ വലത്തും ഇടത്തുമായി 2 കള്ളന്മാരെ ക്രൂശിച്ചിരിക്കുകയാണ്. ദുഷ്പ്രവർത്തിക്കാരായ 2 പേരെ ക്രൂശിച്ചിരിക്കുന്നു. എന്നാൽ ഈ കള്ളന്മാരുടെ ശരീരമൊന്നും ഇതുപോലെ വിരൂപമായിട്ടില്ല, ഇതുപോലെ തകർക്കപ്പെട്ടിട്ടില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവരെയും ക്രൂശിൽ തറച്ചിരിക്കുകയാണ്. നാം മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യത്തിലും മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 44-ാം വാക്യത്തിലും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇരുവശങ്ങളിലും ക്രൂശിക്കപ്പെട്ട ദുഷ്പ്രവർത്തിക്കാർ കർത്താവിനെ ദുഷിച്ചു പറയുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇവരും ദുഷിച്ചു പറഞ്ഞു. ഈ കള്ളന്മാരിൽ ഒരുവൻ കർത്താവായ യേശു ക്രിസ്തു ആ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന ഒരു വാക്ക് കേട്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം. എന്നാൽ യേശു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ കള്ളന്മാർ 2 പേരും, അവിടെ കൂടി നിന്ന അനേകർ, കരയുന്ന സ്ത്രീകളുണ്ട്, താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനുണ്ട്, അനേകം ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്, പടയാളികളുണ്ട്. എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിന് ചുറ്റും നിൽക്കുന്നുണ്ട്. ഇവരിൽ പലരും ഈ വാക്ക് കേട്ട് കാണും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ വലതുഭാഗത്ത് കള്ളൻ എന്ന് നാം പറയുന്ന അനുതപിച്ച കള്ളൻ, ആ കള്ളൻ്റെ ഹൃദയത്തിലേക്കാണ് ഈ വചനം തുളച്ചു ചെന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിന് മഹത്വം. നാം പലരും പലപ്പോഴും വചനം കേട്ടിട്ടുണ്ട്, എന്നാൽ ഈ വചനം നമ്മളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? എൻ്റെ കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവാൻ ദൈവം ഹൃദയത്തെ തുറക്കുമ്പോഴാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത്. നാം അപ്പസ്തോല പ്രവൃത്തികളിൽ വായിക്കുന്നുണ്ട്, പൗലോസ് അപ്പസ്തോലൻ വചനം പറഞ്ഞപ്പോൾ കർത്താവ് ലുദിയായുടെ ഹൃദയത്തെ തുറന്നു എന്ന്. എൻ്റെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ആ പരിശുദ്ധാത്മാവാൻ ദൈവം ഹൃദയത്തെ തുറക്കുമ്പോഴാണ് ഈ ജീവൻ്റെ വചനം ഹൃദയത്തിലേക്ക് തുളച്ചു കയറുന്നത്. ഈ കള്ളൻ, ഈ അനുതപിച്ച കള്ളൻ്റെ ഹൃദയത്തിലേക്ക് ഈ വചനം കടന്നു ചെന്നു. ഇവർ ചെയ്യുന്നത് എന്ത് എന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ആ പ്രാർത്ഥന അവൻ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു പ്രാർത്ഥന. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം തകർക്കപ്പെട്ട് കിടക്കുന്ന ഒരു വ്യക്തി
തന്നെ തകർത്തവരോട്, തന്നെ ഈ രൂപത്തിൽ ആക്കിയവരോട് അവർ ചെയ്യുന്നത്, അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ചെയ്യുന്നതാണ്. പിതാവേ, നീ അവരോട് ക്ഷമിക്കണമേ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ കള്ളൻ്റെ ഹൃദയത്തിലേക്ക് എന്തെല്ലാം ചിന്തകൾ കടന്നു വന്നു കാണും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ ക്രൂശിൽ കിടക്കുന്നവൻ ഒരു പിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എന്താണ്? ഇത്രയും ചെയ്തവരോട് ക്ഷമിക്കണമേ എന്ന്. തകർന്നു കിടക്കുമ്പോഴും തകർക്കപ്പെട്ടവനായി കിടക്കുമ്പോഴും ക്ഷമിക്കുന്ന സ്നേഹമാണ് ഒഴുകി വരുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അത് ആ കള്ളന് വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ആ ക്ഷമിക്കുന്ന സ്നേഹം അത് കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അവൻ വിചാരിച്ചു, ഇങ്ങനെയെങ്കിൽ ഈ ചെയ്യുന്നതൊക്കെയും ഇവർ ചെയ്യുന്നത് എന്താ എന്ന് അറിയാതെ ചെയ്തതാകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഈ എൻ്റെ അടുത്ത് കിടക്കുന്ന ഈ പുരുഷൻ, ഇവൻ ആരാണ്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. പാപം മോചിക്കാൻ അധികാരമുള്ളവനാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ആ ശരീരത്തിലൂടെ ഒഴുകുന്ന ആ രക്തം മുഴുവനും പാപങ്ങളെ കഴുകാൻ ശക്തിയുള്ളതാണ്. ഇതിന് മാത്രമാണ് പാപത്തെ കഴുകാൻ ശക്തിയുള്ളത്. ഈ ഭൂമിയിൽ മറ്റൊന്നിനും പാപത്തെ കഴുകാൻ കഴിയുകയില്ല. മറ്റൊന്നിനും ഒരു പാപിയെ രക്ഷിക്കാൻ കഴിയുകയില്ല. ഇവനാണ് സാക്ഷാൽ രക്ഷകൻ. ഇവൻ കടന്നു പോകുന്ന ഈ കുരിശിൽ കിടക്കുന്ന കള്ളനറിയാം, കുരിശിൽ തറയ്ക്കപ്പെട്ടവർ ആരും ജീവനോടെ വന്നിട്ടില്ല. അവൻ മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് കിടക്കുന്നത്. എന്നാൽ ഈ മരണത്തിന് ശേഷം ഒരു ജീവനുണ്ട്. ഇവൻ കടന്നു ചെല്ലുന്ന ഒരു രാജ്യമുണ്ട്. അവിടെ ഒരു പിതാവുണ്ട്. ആ പിതാവിൻ്റെ പുത്രനാണിവൻ. ഇവന് അധികാരമുണ്ട്. ഇവൻ തന്നെയാണ് മശിഹ. ഇവനാണ് വീണ്ടും വരാനിരിക്കുന്നവൻ. ഇവനാണ് അഭിഷിക്തൻ. ഈ ചിന്തകളെല്ലാം കള്ളൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവനൊരു ഉറപ്പ് കിട്ടി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും സകല അകൃത്യങ്ങളും ക്ഷമിക്കാൻ ഈ രക്തം മതിയായതാണ് എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ വിശ്വസിച്ചു. അവൻ ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ കൂടെ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന ആ ദുഷ്പ്രവർത്തിക്കാരനായ മറ്റേ കള്ളനോട് അവൻ ശാസിച്ച് പറയുകയാണ്, ഇതെല്ലാം കേട്ടിട്ടും നാം അർഹിക്കുന്ന ശിക്ഷയാണ് നാം പ്രാപിക്കുന്നത്. നാം സമശിക്ഷാവിധിയിലാണ്. നമുക്ക് യോഗ്യമായതാണ് ലഭിച്ചിരിക്കുന്നത്. എന്നാൽ ഇവൻ ഒരു തെറ്റും ചെയ്തവനല്ല. ഇവൻ കുറ്റം ചെയ്തിട്ടല്ല ഇവൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. ആ സത്യസുബോധം കിട്ടിയപ്പോൾ താൻ മരണത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നതെങ്കിലും ആ അവസാന നിമിഷം പാപത്തോടുള്ള എതിർപ്പ്, പാപത്തോടുള്ള വെറുപ്പ്, ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനുള്ള ധൈര്യം ആ കള്ളൻ കാണിച്ചു. അവൻ തൻ്റെ കൂടെയുള്ള മറ്റേ കള്ളനെ അവൻ ശാസിക്കുകയാണ് ചെയ്തത്. നാം സമശിക്ഷാവിധിയിലായിരുന്നിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന്. ദൈവത്തിന് സ്തോത്രം. നാം നിൽക്കുന്നത് ഒരു ദൈവത്തിൻ്റെ മുമ്പാകെയാണെന്നുള്ള ബോധ്യം ഈ കള്ളന് കിട്ടി. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. തൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷം അവൻ ഏറ്റുപറയേണ്ടത് ഏറ്റുപറഞ്ഞു. ആ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിലെ വിശ്വാസം കണ്ട കർത്താവ് അവനോട് പറയുന്നതാണ് നാം മുമ്പ് വായിച്ചത്. 42-ാം വാക്യം. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. അവൻ അപേക്ഷിക്കുകയാണ്. അവൻ്റെ അവസാനത്തെ അപേക്ഷ, കർത്താവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന്. ഇവൻ രാജ്യത്വം പ്രാപിച്ചു വരും. ഇന്നിവൻ മുൾക്കിരീടം ചൂടിയവനായി ഇവിടെ കിടക്കുന്നുവെങ്കിൽ, തകർക്കപ്പെട്ടവനായി ഇവൻ കിടക്കുന്നുവെങ്കിൽ, ഇവൻ തേജോമയനായി കിരീടധാരിയായി ഇവൻ എഴുന്നള്ളി വരുന്ന ആ ഒരു ചിത്രം ഈ കള്ളൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു കിട്ടി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ ആ രാജാധിരാജനോട്, ആ രക്ഷകനായ യേശുവിനോട് അവൻ അപേക്ഷിക്കുകയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ അവന് മറുപടി കിട്ടി. 43-ാം വാക്യം. യേശു അവനോട്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവ് അവനോട് മറുപടി പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിൽ ഇരിക്കും. ഇന്ന് എന്നൊരു ദിവസം, സക്കായിക്ക് ഇന്ന് എന്നൊരു ദിവസം, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. ഇന്ന് നിൻ്റെ വീടിന്, നീ അബ്രഹാമിൻ്റെ മകനാകയാൽ ഇന്ന് നിൻ്റെ വീടിന് രക്ഷ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ ശേഷം നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യത നാം എവിടെയാണ് വസിക്കേണ്ടത്? ഇന്നാണ് നമുക്ക് തീരുമാനിക്കാനുള്ള സമയം. ഇന്ന് ഈ രക്ഷകൻ്റെ അടുക്കൽ നാം വന്നിരിക്കുമ്പോൾ, ആ രക്ഷകൻ്റെ തിരുരക്തം ഇന്നും ഗുണകരമായി സംസാരിക്കുമ്പോൾ അപേക്ഷിക്കണം, കർത്താവേ, ഇന്ന് എന്നെ കഴുകണമേ. നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
കരുണയുള്ള കർത്താവെ, വാഴ്ത്തപ്പെട്ട സ്വർഗത്തിലെ അപ്പ, ഈ സമയം വരെ ഞങ്ങളോട് കൂടെ ഇരുന്ന ദൈവമേ, ഇന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. കർത്താവെ, നീ രാജ്യത്വം പ്രാപിച്ചു വരും. അന്ന് നിൻ്റെ രാജ്യത്തിൽ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് എന്നൊരു ദിവസം ഞങ്ങൾക്ക് നീ തന്നിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് ആ രക്തത്താൽ ഞങ്ങളെ മുഴുവനായും ഒരിക്കൽ കൂടി ഒന്ന് കഴുകിത്തരണമേ എന്ന് അപേക്ഷിക്കുമ്പോൾ, കർത്താവെ, അവിടുന്ന് ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ മുദ്രയിടണമേ, അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ഇന്നു മുതൽ പുതിയ സൃഷ്ടിയായി നിൻ്റെ മാത്രം വകയായി ഞങ്ങൾ ജീവിക്കുമെന്ന് അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓർക്കണമേ, നന്മയ്ക്കായ ഒരടയാളം തരണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.